ഇപ്പോൾ മനസ്സിലായില്ലേ ഇവരുടെ മനോഭാവം എന്താണെന്ന്. അതായത് ഇവിടെ പാലസ്തീനിലെ ആളുകൾ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് രാജ്യം കൊടുത്താലും ഞങ്ങളെ ഉപദ്രവിക്കും, ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഇവരില്ലാതാവണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇദ്ദേഹം ഒരു നല്ല മനോഭാവമുള്ള ആളാണെങ്കിൽ പറയും. അതായത് നിങ്ങൾ കാനഡ, ഓസ്ട്രേലിയ, UK ഒക്കെ പറഞ്ഞില്ല. നിങ്ങൾ ഇപ്പോൾ UK ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പാലസ്തീന് ഇവിടെ ഭാഗങ്ങളിൽ ഈ ഇസ്രയേലിന് സ്ഥലം കൊടുക്കാൻ പറഞ്ഞതൊക്കെ UK ആണ്. ഇപ്പോൾ UK തിരിച്ചു പറയണം. അത് പോട്ടെ, കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കില്ലല്ലോ. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇന്നൊരാൾ നന്നായി കഴിഞ്ഞാൽ നമ്മൾ അയാൾ അംഗീകരിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റ് ചെയ്തു, ഇന്ന് അയാൾ നന്നായി കഴിഞ്ഞാൽ ഇന്ന് മുതൽ അയാൾ അംഗീകരിക്കണം. ഇപ്പോൾ UK നമ്മൾ ഇതിൽ അംഗീകരിക്കുകയാണ്, ഇവിടെ ലോകം അംഗീകരിക്കട്ടെ. പക്ഷേ ഇദ്ദേഹം നല്ലവനാണെങ്കിൽ പറയും ഞങ്ങൾ അവർക്ക് മറ്റേ രാജ്യം കൊടുക്കാൻ ഞങ്ങളും തയ്യാറാണ്. പക്ഷേ ഞങ്ങൾ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടപെട്ട് ഈ രാജ്യത്തിൻ്റെ ഈ അംഗീകാരം ഇല്ലാതാക്കണം. തയ്യാറുണ്ടോ? ഞങ്ങളുടെ ബന്ദികളെ വിട്ടുതാട്ടെ, എന്നിട്ട് നമുക്ക് അവർക്ക് രാജ്യം കൊടുക്കാം, സമാധാനമായിട്ട് ജീവിക്കട്ടെ, എല്ലാവരും സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്നുള്ളൊരു വർത്തമാനം ഈ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ? UK പ്രസിഡന്റ് പറയുന്നുണ്ട് ഹമാസിനെ ഞങ്ങൾ അംഗീകരിക്കില്ല, പക്ഷേ പാലസ്തീനെ ഞങ്ങൾ അംഗീകരിക്കും. ഓക്കെ, അതാണ് ന്യായം, ശരി. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ? നെതന്യാഹു പറയുന്നത് എന്താ? ഞങ്ങൾ അംഗീകരിക്കില്ല, ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അപ്പോൾ അവരുടെ ഉദ്ദേശം ഈ ഗാസയും പാലസ്തീനൊക്കെ പിടിച്ചടക്കി അവരുടെ നേരത്തെ മുതൽ അവരുടെ ചിന്ത അതാന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഇപ്പോൾ ഇവരെ പീഡിപ്പിച്ചിട്ടാണല്ലോ ഇവരെപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു ദിവസം പോയി വെറുതെ ഇസ്രയേലിലേക്ക് കടന്ന് ആക്രമിക്കാമല്ലോ. വർഷങ്ങളായി പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത ഇടയ്ക്കിടയ്ക്ക് ചില ആളുകളുടെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സഹായം ഉണ്ടായിരിക്കാം, അവർ പ്രതികരിക്കുന്നു. ഇവിടെ പാലസ്തീന് രാജ്യം കൊടുക്കട്ടെ എന്നിട്ട് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പറയാം ഇനിയും നിങ്ങൾ ഇസ്രായേലുമായി അല്ലെങ്കിൽ ഇസ്രായേലിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഈ ലോകം അംഗീകരിക്കില്ല, ഒരു മുസ്ലിം രാജ്യം പോലും അംഗീകരിക്കില്ല. പാലസ്തീന് രാജ്യം കൊടുക്കട്ടെ, അതല്ല അവർ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കൊടുക്കാതെ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ഇപ്പോൾ ഇസ്രായേൽ ആരും പറഞ്ഞാൽ കേൾക്കില്ല. കാരണം ഒറ്റാൻ എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. അമേരിക്കയുടെ സഹായം കൊണ്ട് അവർക്ക് ഈ പറഞ്ഞ ഇസ്രായേലിന് ഇപ്പോൾ ദൈവ അനുഗ്രഹം കൊണ്ട് ദൈവം അനുഗ്രഹിച്ചു എന്ന് മാത്രം നമുക്കെടുത്ത് പറയാൻ കഴിയില്ല. കാരണം അവർക്ക് ബുദ്ധിയുണ്ട്, അതുകൊണ്ട് അവർ പ്രതിരോധ ശക്തി അവർക്ക് ഏറ്റവും ഉന്നതിയിലെത്തിക്കാൻ കഴിയുന്നുണ്ട്. മറ്റുള്ള രാജ്യങ്ങളെ എന്തും ചെയ്യും ഞങ്ങൾ എന്നുള്ള രീതിയിലേക്ക് അവർ വരികയാണ്. ഇത് ന്യായവും നീതിയുണ്ടോ ഇവിടെ? ആ ന്യായവും നീതിയല്ല ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഇസ്രായേലിനെ നമ്മളെ എങ്ങനെ അംഗീകരിക്കും?